കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയിട്ടാണ് അദ്ദേഹം വന്നത്. നോക്കൂ, നിങ്ങൾ അയോധ്യയിലെ വാൽമീകിയുടെ നാമധേയത്തിലുള്ള വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത്, ലോകാർപ്പണം ചെയ്യുന്ന സമയത്ത് ആരാധ്യനായ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ കേരളത്തിലെ നാലമ്പല ദർശനങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എത്ര ആധികാരികമായിട്ടാണ് അയോധ്യയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത്. പക്ഷെ നമ്മൾ ആരും അപ്പോൾ പ്രതീക്ഷിച്ചില്ല, വൈകാതെ അദ്ദേഹം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. കേരളത്തിന്റെ ചരിത്രത്തോട്, കേരളത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യങ്ങളോട് എത്രമാത്രം ഒരു താല്പര്യമുള്ള നേതാവാണ് ശ്രീ നരേന്ദ്രമോദിജി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ പുരോഗതിക്കും കഴിഞ്ഞ 10 വർഷമായി എത്രയാമാത്രം കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളാണ് ശ്രീ നരേന്ദ്രമോദിജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിജിയുടെ ഓരോ സന്ദർശനവും മലയാളികൾക്ക് വിലപ്പെട്ട സമ്മാനങ്ങളുമായിട്ടാണ് അദ്ദേഹം ഓരോ തവണയും നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് MP-മാരില്ല, MLA-മാരില്ല. രാജ്യം മുഴുവൻ വികസനം നൽകുമ്പോൾ, അഴിമതിരഹിതമായ ഭരണം ഉറപ്പുവരുത്തുമ്പോൾ, നാട്ടിലെ ജനങ്ങൾക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും കൊടുക്കുമ്പോൾ, കേരളത്തിൽ മാത്രം ഇവിടുത്തെ സർക്കാർ അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണ്. സഹകരണ കൊള്ളയിലും മാസപ്പടിയിലും എല്ലാം പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവസ്ത്രനായി നിൽക്കുന്ന കാലമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത്. പ്രതിപക്ഷത്തിനും അതേ മുഖം തന്നെയാണ്. അഴിമതി ഭരണമാണ് ഇവിടെ നടക്കുന്നത്, വികസനമില്ലാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത്. രണ്ടിനും പരിഹാരം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. നരേന്ദ്രമോദിജിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ള പരിഹാരം. പ്രിയപ്പെട്ടവരെ, ശക്തി കേന്ദ്രയിലെ ഇൻചാർജുമാരാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം മോദിജി കേരളത്തിന് കനിഞ്ഞ് നൽകിയ സൗകര്യങ്ങൾ ഓരോന്നും, വികസന പദ്ധതികൾ ഓരോന്നും ഈ നാട്ടിലെ ഓരോ വീട്ടിലും ചെന്ന് BJP പ്രവർത്തകന്മാർ മോദിയുടെ ഗ്യാരണ്ടി, അദ്ദേഹം തന്നെ മലയാളത്തിൽ പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി, കേരളത്തിലെ ഓരോ വീട്ടിലും ഓരോ ഹൃദയത്തിലും മോദിയുടെ ഗ്യാരണ്ടി എത്തിക്കുക എന്നുള്ള ഭഗീരഥ ദൗത്യമാണ് ഈ ഇരിക്കുന്ന 7000-ഓളം വരുന്ന ശക്തി കേന്ദ്ര ഇൻചാർജുമാരിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത 100 ദിവസം നമ്മൾ അത് രാവും പകലുമില്ലാതെ അത് പൂർത്തിയാക്കാൻ പരിശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ മോദിജിയുടെ മുമ്പിൽ ഉറപ്പ് നൽകുകയാണ്. കഠിനമായ പരിശ്രമത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി മാറ്റിമറിക്കാൻ മോദിജിയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴുമുണ്ട്. നമ്മുടെ പരമഭാഗ്യമാണ് പൊതുജനങ്ങളോട് സംസാരിച്ച് വലിയ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള മോദിജി. ആദ്യമായിട്ടാണ് മോദിജിയുടെ മാർഗദർശനം പാർട്ടി പ്രവർത്തകന്മാർക്ക് നേരിട്ട്, ശക്തി കേന്ദ്ര ഇൻചാർജുമാർക്ക് നേരിട്ട് ലഭിക്കുന്നത്. കേരളത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനത്തിന് വന്ന ശ്രീ നരേന്ദ്രമോദിജിക്കുള്ള അഗൈതവമായ നന്ദി ഞാൻ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.